വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സംസാര വിഷയം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും തമ്മിലുള്ള വ്യത്യാസവും ഇവ തമ്മിൽ ഇതിലേതാണ് നല്ലത്, ഏതാണ് ചീത്ത, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ നല്ലത്, അല്ലെ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള ഒരു കാര്യം ചർച്ച ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ച്വലി വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ ഒരു സാധനവുമില്ല. ഇതെല്ലാം ബയോപ്രോട്ടീൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഇപ്പം നമ്മൾ ഒരു ചെടി ഇരിക്കുന്നു, ആ ചെടിയുടെ മൂട്ടിൽ വേറെ ഒന്നും ഇടാതെ ഏതെങ്കിലും ഒരു ചത്ത മൃഗത്തിൻ്റെ ശരീരം അതിനകത്ത് ഇടുന്നു വിചാരിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു, അത് അവിടെ കിടന്ന് അഴുകി അത് എവിടെ അത് ആര് അബ്സോർവ് ചെയ്യും? ചെടി മൊത്തം അബ്സോർവ് ചെയ്യും. ഇപ്പോൾ ഒരു വാഴ തന്നെ ഇരിക്കുന്നു, വാഴയിലോട്ട് അടിയിലോട്ട് ഇതിട്ടു, നമ്മൾ വെള്ളം ഒഴിച്ചു, നേരെ അബ്സോർവ് ചെയ്ത് മേളിലോട്ട് അത് കൊണ്ടുപോകും, അത് മേളിൽ വാഴക്കുലയായിട്ട് തരും. അപ്പോൾ ഈ വാഴക്കുല എന്ന് പറയുന്ന സാധനം വേറെ ഒന്നും അല്ല, താഴെ കിടന്ന ജീവിയുടെ ബയോപ്രോട്ടീൻസ് എടുത്ത് കൺവെർട്ട് ചെയ്ത് വാഴക്കുലയാക്കിയതാണ്. അപ്പോൾ ഒരാൾ ഇത് പറയുന്നുണ്ട്, ഇപ്പം നമ്മൾ ഈ നോൺ വെജ് കഴിയുമ്പോൾ അതിൻ്റെ ഷിറ്റും അകത്ത് പോകുന്നു. ഇപ്പം ഈ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്താണ്, ആക്ച്വലി നമ്മൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ ഗർഭപാത്രത്തിലുള്ള അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുട്ടി സോളോ ചെയ്തതാണ് താഴെ ആദ്യം മെക്കോണിയമായിട്ട് മാറും, അത് കഴിഞ്ഞാണ് മലമായിട്ട് മാറുന്നത്, ഷിറ്റായിട്ട് മാറുന്നത്. ഇതെല്ലാം ബയോപ്രോട്ടീൻസ് തന്നെയാണ്, കറങ്ങി പോകുന്നതാണ്. അപ്പോൾ ഈ ഏറ്റവും അഴുകിയ വൃത്തികെട്ട സാധനം നമ്മൾ പറയുന്ന ബാക്ടീരിയയും ഫംഗസും കാര്യങ്ങളും ബാക്കി ജീവജാലങ്ങളുടെ ഇതും ആ ചെടിയുടെ തന്നെ അവശിഷ്ടവും എല്ലാം കൂടെയാണ് ചെടിയുടെ അടിയിൽ നിന്ന് അബ്സോർബ് ചെയ്ത് നമ്മൾ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ് കഴിക്കുന്ന ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വെജും നോൺ വെജ് എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. ഇനി ഭൂമിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കൂ, മാന് ചെടികളെ തിന്നും, മാനിനെ തിന്നാനായിട്ട് കടുവയും അല്ലെങ്കിൽ ഊളൻ അല്ലെങ്കിൽ സിംഹം ഇതെല്ലാം അതിന് പുറകെ പോകും. അത് ചത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് വേറെ ജീവജാലങ്ങൾ ഇതിനെ തിന്നാൻ നോക്കും, അത് ചത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് ബാക്ടീരിയയും എല്ലാ ഫംഗസും ഒക്കെ അതിനെ തിന്നും. അപ്പോൾ ഇതൊരു സൈക്കിളാണ്, എല്ലാ സാധനവും ഒന്നാണ്, ഇത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതുപോലെ തന്നെ ഈ ഇറച്ചി മീനും നമ്മുടെ നോൺ വെജിറ്റേറിയൻ നമ്മൾ പറയുന്ന സാധനങ്ങൾ കഴിക്കുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിയിലുള്ളതുപോലെ തന്നെ ഫോമായിട്ടുള്ള പ്രോട്ടീൻ കിട്ടുന്നതുകൊണ്ട് ബോഡിക്ക് കുറച്ചുകൂടെ നല്ലതാണ്, അതിനെ കൺവെർട്ട് ചെയ്ത് ആക്കേണ്ടി വരുന്നില്ല. അതേസമയം അല്ലാത്തത് കഴിക്കുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ സാധനങ്ങൾ മാത്രം കഴിക്കുമ്പോൾ നമുക്ക് അതിനെ കൺവെർട്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള പ്രോട്ടീൻ പോലെ ആക്കി മാറ്റണം. അപ്പോൾ അതുപോലെ തന്നെ ഒരു എത്തിക്കൽ പരിപാടിക്ക് നോക്കുകയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം പശുവിൻ്റെ പാല് കഴിക്കാനേ പാടില്ല, ആടിൻ്റെ പാല് കഴിക്കാനേ പാടില്ല. അതൊന്നും നമുക്ക് തരുന്നതിന് ഉദ്ദേശിച്ചതല്ല അത് വെച്ചിരിക്കുന്നത്, അത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് തരാനൊന്നുമല്ല. ആക്ച്വലി നമ്മുടെ സ്ത്രീകളുടെ തന്നെ മുലപ്പാൽ നമ്മുടെ കുട്ടിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്നതാണ്, അല്ലാതെ ആടിനോ പൂച്ചയ്ക്കോ പട്ടിക്കോ ഒന്നും കൊടുക്കാൻ വെച്ചിരിക്കില്ല. അതേപോലെ തന്നെയാണ് ബാക്കി ജീവജാലങ്ങളുടെ. അപ്പോൾ അതെടുക്കുന്നത് തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കോഴിയാണെങ്കിലും ആടാണെങ്കിലും മാടാണെങ്കിലും എല്ലാം നമ്മൾ വളർത്തിയാൽ മാത്രമേ അത് ജീവിച്ചിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ചത്തുപോകും. ഇപ്പോൾ കോഴിയാണെങ്കിലും ആടാണെങ്കിലും നമ്മൾ ഇതിനെല്ലാം തുറന്നു വിട്ടുപോകട്ടെ, ആ പശുവിനാണെങ്കിലും എല്ലാം തുറന്നു വിട്ടുപോകട്ടെ, എന്ത് സംഭവിക്കുന്നു കഴിഞ്ഞാൽ ബാക്കി പൂളനോ പട്ടിയോ ബാക്കി ജീവജാലങ്ങൾ കാക്കയോ എല്ലാം അതിനെ കൊന്ന് അത് കഴിക്കും, അത്ര തന്നെ. അതോടുകൂടി അതിൻ്റെ വംശനാശം പോലും നിന്നു പോകും, വംശനാശമേ ഉണ്ടാവും. അതാണ് അതിൻ്റെ സംഭവം. അപ്പം ഈ വെജിറ്റേറിയൻ എന്നോ നോൺ വെജിറ്റേറിയൻ എന്നോ പറഞ്ഞ് ഒരു സാധനമേ ഇല്ല, ഇതൊരു റീസൈക്ലിംഗ് ആണ്. നോൺ വെജ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ അതുപോലെ ഇപ്പോൾ വലിയ മൃഗങ്ങളെയൊക്കെ വെട്ടുമ്പോൾ നമുക്കതിനൊരു വലുതായതുകൊണ്ട് ഇത് തോന്നും എന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് വലിയ ചെടികൾ വെട്ടുമ്പോഴും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ്. അപ്പോൾ ഒന്നൊന്നിൻ്റെ ഇരയായി മാറി സൈക്ലിക്കായിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അങ്ങനെ തന്നെ, നമ്മുടെ ഡെഡ് ബോഡി കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ എന്ത് ചെയ്താലും ബാക്ടീരിയയും ബാക്കി ജീവജാലങ്ങളൊക്കെ തിന്നും. അതിനെ തിന്നണമെന്നൊന്നും പറഞ്ഞാലൊന്നും നടക്കില്ല. അതങ്ങനെ സൈക്ലിക്കായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പിടിച്ച് അടുത്ത ജീവി തിന്നും, അതിനെ നമ്മൾ പിടിച്ച് തിന്നും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു മെത്തേഡോളജി. അപ്പം പിന്നെ ഈ ആൾക്കാർ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നോൺ വെജ് കഴിച്ചാൽ അല്ല വെജ് കഴിച്ചാൽ നല്ല പുണ്യമാണ്,
നോൺ വെജ് കഴിച്ചാൽ പാവമാണ് എന്നൊക്കെ പറയണൊക്കെ ഇതിനെപ്പറ്റിയുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം ഒരു കാസ്റ്റ് ബേസ് അല്ലെങ്കിൽ ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനുള്ളൊരു വേല മാത്രമാണ്. അപ്പോൾ ഈ നോൺ വെജ് എന്ന് കഴിക്കുന്ന, വെജെന്ന് പറഞ്ഞ് കഴിക്കുന്ന ഭൂരിഭാഗം സാധനവും ഈ പറഞ്ഞ പോലെ പാലും മറ്റ് സാധനങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കുട്ടിക്കൊക്കെ വെച്ചിരിക്കുന്നത്, നമുക്ക് തരാനുള്ളതൊന്നുമല്ല. പിന്നെ ഇതേപോലെ ഈ സൈക്ലിക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാ സാധനവും ഇപ്പോൾ കാണുന്ന പഴമാണെങ്കിലും മാങ്ങയാണെങ്കിലും എല്ലാം ഇതുപോലത്തെ മണ്ണിൽ നിന്നാണ് വരുന്നത്. മണ്ണിൽ നിന്ന് എവിടെ നിന്നാണ് ഇതിന് കിട്ടുന്നത്? ബാക്കി അവിടെ പോയി ചത്ത് അഴുകിയ ജീവജാലങ്ങളുടെ ശരീരവും അതിൻ്റെ തന്നെ പ്രോട്ടീനും അതിൻ്റെ ബോഡി എല്ലാം കൂടെ അങ്ങനെ അതിൽ അബ്സോർബ് ചെയ്ത് തന്നെയാണ് ഇതിന് ഈ പറഞ്ഞ പോലെ ആഹാരം കിട്ടുന്നത്. അതില്ലെങ്കിൽ ബയോപ്രോട്ടീൻ ഇല്ലെങ്കിൽ ഒരു ചെടിക്കും ഒരു ഫ്രൂട്ട്സും ഉണ്ടാക്കാൻ പറ്റില്ല. അത് ചെടിയാണ് ഏറ്റവും വലിയ നോൺ വെജിറ്റേറിയൻ. കാരണം അതിൻ്റെ അടിയിൽ വരുന്ന എല്ലാ സാധനത്തിനും അത് അഴുകി അത് കഴിക്കും. അതിൻ്റെ വേര് പിടിച്ചെടുത്ത് തിന്നിട്ട് അത് നമുക്ക് ഫ്രൂട്ട്സ് ആയി തരും. നമ്മൾ വിചാരിക്കും ഇത് നോൺ വെജാണ്, വെജാണെന്നൊന്നുമല്ല. മീനുകൾ നോക്കൂ, മീനും വേറെ മീനുകളെ തിന്നും. അങ്ങനെ അതൊരു സൈക്കിളാണ്. വേറെ പിന്നെ അത് വേറെ. ഭൂമിയിൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര പൂരകമാണ്. ഇതിൽ മനുഷ്യന് കുറച്ചുകൂടെ ബുദ്ധിയും കുറച്ചുകൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം മറ്റ് ജീവജാലങ്ങൾക്ക് ഇരയാകാതെ നിന്നിട്ട് മാക്സിമം മാറി നിന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഡാർവിൻ പറഞ്ഞ പോലെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം വലിയ ബലമുള്ള ജീവികളും ബുദ്ധിയുള്ള ജീവികളും സർവൈവ് ചെയ്ത് പോവും. സാധാരണ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, എൻവയോൺമെൻറ്റിൽ നിൽക്കാൻ പറ്റുന്നതായിട്ടുള്ളത് മാത്രം നിൽക്കും. ബാക്കി എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകും. അങ്ങനെ അത് തന്നെയാണ് സംഭവം. അപ്പോൾ ഈ ചെടികളും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം ഇതൊക്കെ ഒരു അറിഞ്ഞുകൂടാത്തൊരു കാലഘട്ടത്തിൽ അതിൽ ആൾക്കാരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയ സാധനങ്ങളാണ് ഇതെല്ലാം. ഈ നോൺ വെജും വെജും ഒക്കെ ഒന്നിനെപ്പറ്റി അറിഞ്ഞുകൂടായിരുന്നു എന്താണിതെന്ന്. ഇപ്പം തന്നെ അൾട്രാസൗണ്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഗർഭിണിയാകുന്ന പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ പറയുന്നത്. ഈ നമ്മളിതിനെപ്പറ്റിയൊക്കെ ഈ സയൻസ് വളരെയധികം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത് തന്നെ. എല്ലാം നോക്കൂ, നമ്മൾ ഈ പറയുന്ന വലിയ പറവകളെന്ന് പറയുന്നതും ഭംഗികളെന്ന് പറയുന്നതും എല്ലാ സാധനവും വേറെ ജീവജാലങ്ങളെ പിടിച്ച് തന്നെയാണ് തിന്നുന്നത്. അപ്പോൾ അത് തിരിച്ച് ഇതുപോലെ കറങ്ങി വരും. മനുഷ്യനും അങ്ങനെ തന്നെ. മനുഷ്യന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതുപോലെ നമ്മുടെ ദേഹപ്രകൃതം നോക്കുമ്പോൾ നമുക്ക് DNA നമ്മുടെ ദേഹത്തിന് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നോൺ വെജും വെജിനും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വേവിക്കാത്ത സാധനങ്ങളെ നമ്മുടെ ദേഹത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റത്തുമില്ല. അതും നമ്മുടെ ബോഡിയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് പച്ചയായിട്ട് നമുക്ക് ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് കമ്പിക്കും, ലിവർ ഫങ്ഷൻ കുറയും, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പച്ചയ്ക്ക് മാത്രമായിട്ട് തിന്നുകൊണ്ട് ജീവിക്കാനും പറ്റില്ല. എല്ലാം വേവിച്ച സാധനങ്ങളെ തിന്നാൻ പറ്റും. അപ്പം ഈ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ പറ്റിയാണ് ഈ അഭിപ്രായം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സയൻസ് ശരിക്കും ബയോളജി നല്ലതുപോലെ പഠിക്കുകയും നമ്മളിതിനെപ്പറ്റി നമ്മളൊരു ട്രാക്കിൽ കൂടെ പോകാതെ മാറി നിന്ന് പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ പിടികിട്ടും ഇതാണ് സംഭവം. അതുപോലെ തന്നെ വേറൊരു ചൊല്ലുണ്ടല്ലോ, വിശന്നാൽ പുല്ലും തിന്നും. അതും ഇതുപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇങ്ങനെ പലതും പോകുമ്പോഴത്തേക്കും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ സാധനവും തിന്നും. അതുപോലെ പലതും വളരെ നമ്മൾ ഈ ഉച്ചനീചത്വം പറയുന്ന പോലെ ഈ സാധനങ്ങൾ മലമെന്ന് പറയുന്ന സാധനം ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ യൂട്രസിനകത്ത് കിടക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന കുട്ടി അതിനകത്ത് കിടന്ന് ആ വെള്ളം വായിക്കകത്തൂടെ വലിച്ചു കയറ്റിയിട്ട് അതാണ് കുടലിലോട്ട് വന്നിട്ട് ആദ്യം നമ്മുടെ സ്റ്റൂളായിട്ട് മലമായിട്ട് മാറുന്നത്. അത് മെക്കോണിയം എന്ന് പറയും. അതിങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞ് പിന്നെ ബാക്കി അത് തിന്നുന്നതിന് ഡൈജസ്റ്റ് ചെയ്ത് പോകും. അല്ലാതെ ഇതിനകത്ത് വൃത്തികേടോ അങ്ങനത്തെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ അപ്പം ബയോളജി ശരിക്കും പഠിക്കുക, എന്താണ് നമ്മൾ മാറി ചിന്തിക്കുക. ഒരു മതത്തിലും ഒരു ജാതിയിലും അല്ലെങ്കിൽ ഒന്നിലും ചിന്തിക്കാതെ മാറി നിന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടും. ഈ നോൺ വെജെന്നും പറയുന്നതൊന്നും ഒരു വ്യത്യാസമില്ല, സെയിം സാധനമാണ്. അതുപോലെ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുമ്പോൾ
ഇപ്പോൾ പല സാധനം ഇങ്ങനത്തെ ഒരു വെറൈറ്റിയും കിട്ടാറില്ല. അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വം അടിച്ചേൽപ്പിക്കുന്ന സാധനങ്ങളാണ്. അല്ല, നമ്മൾ ഇവയൊക്കെ വളർത്തിയില്ലെങ്കിൽ ഇതെല്ലാം നശിച്ചു പോകും. ഈ സാധനങ്ങളെല്ലാം ചത്തു പോകും. അതിൻ്റെ വംശനാശം വരെ തന്നെ വരും. അതായത് പ്രത്യേകിച്ച് കോഴി, ആട്, പശു, എരുമ അങ്ങനെ പറയുന്ന സാധനങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം നമ്മൾ വളർത്തുന്നത് കൊണ്ടാണ് അത് ആക്ച്വലി ജീവിച്ചിരിക്കുന്നത് തന്നെ. നമ്മൾ പാലിനും അതിൻ്റെ ഇറച്ചിക്കൊക്കെ വേണ്ടി വളർത്തുന്നത് കൊണ്ട് തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ ബോഡി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ജീവജാലങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ അത്ഭുതമൊന്നുമില്ല ഇതിനകത്ത്. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഇത് കേട്ടത് കൊണ്ടാണ് ഇതെനിക്ക് പറയാൻ തോന്നിയത്. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള നമ്മുടെ ഇപ്പം മനുഷ്യൻ്റെ ഇറച്ചി തിന്നാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ തന്നെ. കാരണം സിംഹത്തിൻ്റെ തിന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ദഹിപ്പിക്കാൻ, നമ്മുടെ അതേ ഷേപ്പിനുള്ള പ്രോട്ടീൻ ദഹിപ്പിക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വയറും കൂടെ ദഹിച്ചു പോകും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നാച്ചുറലി ബാക്കിയെല്ലാം കത്തിപ്പോയി ശോഷിച്ച് ആൾ മരിച്ചു പോകും. അതാണ് അതേ വർഗത്തിലുള്ള സാധനങ്ങളുടെ ഇറച്ചി കഴിക്കാത്തത്. നമ്മൾ മാറ്റി കഴിക്കുമ്പോൾ ദഹിക്കും അത്. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം തന്നെയാണ് ഭൂമിയിൽ ഈ സാധനം എന്ന് പറയുന്നത്. ഇതിനെ അങ്ങനെ തന്നെയാണ് അതിനുണ്ടാക്കിയിരിക്കുന്നത്. അതാണ് എൻ്റെ സത്യം. ഇപ്പോൾ കൊതുകാണെങ്കിൽ കൊതുക് ബ്ലഡ് ദഹിപ്പിക്കുന്ന അതിൻ്റെ ആ DNA സ്ട്രക്ചറിൻ്റെ അനുസരിച്ചാണ് അത് ബ്ലഡിൻ്റെ ആ ഒരു ക്രേവിങ്ങും അതെല്ലാം ഉള്ളത്. അതുപോലെയാണ് മനുഷ്യനും ഇതുപോലെ നോൺ വെജും തിന്നാനായിട്ട് കണക്കാക്കി തന്നെയാണ് മനുഷ്യൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് വെജിറ്റേറിയൻ കഴിക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ബോഡി ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് യു ക്യാൻ. പക്ഷേ ഇത് നിങ്ങൾക്ക് വെജിറ്റേറിയൻ മാത്രം കഴിക്കാം. പക്ഷേ എന്ന് പറഞ്ഞൊരു വ്യത്യാസമില്ല. കാരണം വെജിറ്റേറിയൻ എന്ന് പറയുന്ന സാധനം ഞാൻ ഈ പറഞ്ഞ പോലെ നോൺ വെജിറ്റേറിയനിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ഒരു ഷേപ്പ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. വേറെ ഒന്നും ഒരു സംഭവം വ്യത്യാസം വരുന്നില്ല. അതാണ് ഒരു സത്യാവസ്ഥ. ഇത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. പിന്നെ പലരും ഈ മനസ്സിലാക്കി പല കാര്യങ്ങളും മനസ്സിലാക്കിയാലും പറയാതിരിക്കും. അതൊക്കെ അവരുടെ ഇതിൻ്റെ പ്രശ്നമാണ്, സാമ്പത്തിക പ്രശ്നമാണ്, അതിൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമെന്ന് പറയാം നമുക്ക്. അങ്ങനെയാണ്. ഇപ്പം നോൺ വെജ്, പിന്നെ എല്ലാ സാധനങ്ങളും വെജാണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എല്ലാം അധികം കഴിച്ചാൽ കുഴപ്പമാണ്. ഇപ്പോൾ പലരും ഇതുപോലെ പ്രായം കുറേ ആവുന്നവരെല്ലാം നോൺ വെജും എല്ലാം കഴിച്ചതിന് ശേഷം പല രാഷ്ട്രീയം പോലത്തെ പരിപാടികളൊക്കെ കഴിക്കുമ്പോൾ പിന്നെ വെജ് കഴിക്കുള്ളൂ, ഞാൻ വളരെ സാത്വികരാന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. കാരണം പല്ലിൻ്റെ ബലവും ബോഡിയുടെ ബലവും വയറിൻ്റെ ബലവും എല്ലാം പോകുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറലി നോൺ വെജ് കഴിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്, ഫോഴ്സ്ഡ് ആണ്. അപ്പോഴാണ് നിങ്ങൾ വെജിറ്റേറിയനിലോട്ട് പറഞ്ഞത്. അപ്പോഴും നിങ്ങൾക്ക് അത്ര പ്രോട്ടീനും മതിയാവും. നിങ്ങളുടെ ബോഡി ആ കാറ്റലിസ്റ്റിക് ഫോമിൽ ലാസ്റ്റിലോട്ട് പോകുമ്പോൾ ഒരുപാട് കൂടുതൽ പ്രോട്ടീനോ, അതായത് പ്രൊഡക്റ്റീവ് പ്രോട്ടീൻസിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് നോൺ വെജ് എന്ന് പറയുന്ന സാധനം തിന്നാൻ പറ്റും, വെജിൽ മാത്രം. പക്ഷേ ഈ രണ്ട് സാധനവും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ പക്ഷേ മറ്റേതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് അങ്ങനത്തെയൊക്കെ വരികയും ചെയ്യും. ഈ പറഞ്ഞ മാതിരി ഇത് മാത്രം നോൺ വെജ് മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ ആഹാരം പോലും കിട്ടാതാവും. അതാണ് വേറൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി രണ്ടും എല്ലാം ഒന്നാണ്. എല്ലാ സാധനവും മിതമായ രീതിയിൽ കഴിക്കുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും നല്ല പ്രിൻസിപ്പിൾ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.